കളമശ്ശേരിയിലെ തോൽവിയെക്കുറിച്ച് കേരളദേശത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ രാജീവൻ സഖാവ് പറയുന്നത് ഇങ്ങനെയാണ്. ആഗോളതലത്തിലുണ്ടായ ചില അപ്രതീക്ഷിത മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ വിദണ്ഡവാദങ്ങളുടെ നൈരന്തര്യം വസ്തുനിഷ്ഠമായി കാണേണ്ട ചില സമസ്യകളെ ആത്മനിഷ്ഠമായി കണ്ട് വലതുപക്ഷച്ചേരിയുടെ ഗീബൽസ്യൻ തന്ത്രത്തിൽ തൊഴിലാളി വർഗം വീണുപോയതുകൊണ്ടാണ്. ഹോർമിസ് കടലിടുക്കിനിടയിലൂടെ കടന്നുപോയ അന്തർവാഹിനിയുടെ അന്തരാളങ്ങളിൽ നിന്ന് ഉരുകിയൊലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില ആകസ്മിക അന്തക്ഷോഭങ്ങളുടെ ആത്യന്തിക ഫലമാണ് ഇതിൻ്റെ ആധാരം. തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോൽക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ EVM മെഷീനിൻ്റെ അപ്പോഴത്തെ കണക്കിൻ്റെ മാത്രം വെളിച്ചത്തിൽ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിൻ്റെ തികച്ചും സാങ്കേതികമായ ഒരു ബഹിർസ്ഫുരണം മാത്രമാണ് ജയവും തോൽവിയും. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ